നമസ്കാരം സുഹൃത്തുക്കളെ, നമ്മുടെ ഇന്നത്തെ ഈ ഡിജിറ്റൽ വർക്ക് ബെഞ്ചിലേക്ക് സ്വാഗതം. സങ്കീർണമായ ഒരു മെക്കാനിക്കൽ പ്രോജക്റ്റിനെ എങ്ങനെ എല്ലാവർക്കും എളുപ്പത്തിൽ മനസ്സിലാകുന്ന ഒപ്പം വളരെ ആകർഷകമായ ഒരു കണ്ടന്റ് പാക്കേജാക്കി മാറ്റാമെന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഒരു സ്പാർക്ക് പ്ലഗ് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന വെൽഡിംഗ് മെഷീന്റെ കാര്യക്ഷമതയും അതിന്റെ നിർമ്മാണവും എങ്ങനെ ഏറ്റവും മികച്ച രീതിയിൽ മറ്റുള്ളവരിലേക്ക് എത്തിക്കാമെന്ന് നമുക്ക് നോക്കാം. നേരെ കാര്യത്തിലേക്ക് കടക്കാമല്ലേ? നിങ്ങൾക്കിതൊരു വീഡിയോ ചെയ്യാമോ? നമ്മൾ ക്രിയേറ്റർമാർ ഏറ്റവും കൂടുതൽ കേൾക്കുന്നൊരു ചോദ്യമാണിത്, അല്ലേ? സത്യത്തിൽ അവിടെ നിന്നാണ് നമ്മുടെ ശരിക്കുള്ള പണി തുടങ്ങുന്നത് തന്നെ. നമ്മൾ ഉണ്ടാക്കിയെടുത്ത ആ സ്പാർക്ക് പ്ലഗ് വെൽഡിംഗ് മെഷീൻ എത്രത്തോളം മികച്ചതാണെങ്കിലും അതിന്റെ അസംബ്ലിംഗ് എത്ര കൃത്യതയുള്ളതാണെങ്കിലും അത് മറ്റുള്ളവരെ കാണിക്കാൻ വ്യക്തമായ ഘടനയുള്ള ഒരു പ്രസന്റേഷൻ അത്യാവശ്യമാണ്. ആ ചോദ്യത്തിന് പൂർണ്ണമായ ഒരു ഉത്തരം നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്. അപ്പോ ഒന്നാം ഭാഗം, സമ്പൂർണ്ണ പാക്കേജ് വിശകലനം. നമ്മുടെ ഈ പ്രോജക്റ്റ് തയ്യാറാക്കാൻ എന്തൊക്കെ വേണമെന്ന് നോക്കാം. നോക്കൂ, ഇതൊരു വലിയ പസിൽ പോലെയാണ്. നമ്മുടെ കയ്യിൽ ആദ്യം വേണ്ടത് ഈ പറയുന്ന കാര്യങ്ങളാണ്. വ്യക്തമായൊരു സ്ക്രിപ്റ്റ്, അതാണ് നമ്മുടെ ഫൗണ്ടേഷൻ. പിന്നെ ഓരോ സീനും എങ്ങനെ വേണമെന്ന് മുൻകൂട്ടി തീരുമാനിക്കുന്ന സ്റ്റോറി ബോർഡ്. നമ്മുടെ ആശയങ്ങൾ കൃത്യമായി എത്തിക്കാൻ നല്ല ഒന്നാംതരം മലയാളം വോയിസ് ഓവർ ടെക്സ്റ്റും. കാഴ്ചക്കാർക്ക് എളുപ്പത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഓൺ സ്ക്രീൻ ക്യാപ്ഷനുകളും വേണമെങ്കിൽ ചില ആനിമേഷൻ ഐഡിയകളും. ഇതെല്ലാം നമ്മുടെ ടൂൾ കിറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധങ്ങളാണ് കേട്ടോ. ഇത് മാത്രമല്ല, ഒരു പാക്കേജ് കംപ്ലീറ്റ് ആക്കാൻ വേറെയും ചില കാര്യങ്ങളുണ്ട്. ആളുകളെ ബോറടിപ്പിക്കാതെ പിടിച്ചിരുത്തുന്ന ശരിയായ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്. പിന്നെ ആളുകൾ സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങളുടെ സ്പാർക്ക് പ്ലഗ് വെൽഡിംഗ് മെഷീൻ പെട്ടെന്ന് കണ്ടെത്താൻ സഹായിക്കുന്ന കൃത്യമായ ടൈറ്റിലും ഡിസ്ക്രിപ്ഷനും. ഒപ്പം ഒറ്റനോട്ടത്തിൽ തന്നെ ക്ലിക്ക് ചെയ്യാൻ തോന്നുന്ന ഒരു തംബ്നെയിൽ ഐഡിയ കൂടി വേണം. ഇത്രയും കാര്യങ്ങൾ കൂടി ചേരുമ്പോഴാണ് പാക്കേജ് തികച്ചും പ്രൊഫഷണൽ ആകുന്നത്. ഇനി രണ്ടാം ഭാഗം, സ്പാർക്ക് പ്ലഗ് വെൽഡിംഗ് മെഷീൻ സ്റ്റോറി ബോർഡിംഗ്. നമ്മുടെ പ്രൊജക്ടിന്റെ ബ്ലൂ പ്രിന്റ് ഒന്ന് പ്ലാൻ ചെയ്യാം. ഇവിടെയാണ് നമ്മൾ ആ സ്പാർക്ക് പ്ലഗ് വെൽഡിംഗ് മെഷീന്റെ നിർമ്മാണം ശരിക്കും കാണിക്കുന്നത്. കൃത്യം 5 ഘട്ടങ്ങൾ. ആദ്യം തന്നെ ആകർഷകമായൊരു ഇൻട്രോ, പിന്നെ മെറ്റീരിയൽ സീൻ. അവിടെ ആ സ്പാർക്ക് പ്ലഗും ബാറ്ററികളും കട്ടിയുള്ള കോപ്പർ കേബിളുകളും ഒക്കെ നമ്മൾ വ്യക്തമായി കാണിക്കും. മൂന്നാമതായി ഏറ്റവും ക്രൂഷ്യലായ വയറിംഗ് പ്രോസസ്സ്. അതിനുശേഷം ഏറ്റവും ആവേശകരമായ ആക്ഷൻ സീനാണ്, അതായത് നമ്മുടെ ടെസ്റ്റിംഗ് സീൻ. ആ സ്പാർക്ക് വെച്ച് ശരിക്കും മെറ്റൽ വെൽഡ് ചെയ്യുന്നത് സത്യസന്ധമായി നമ്മൾ കാണിച്ചു കൊടുക്കും. അവസാനം സബ്സ്ക്രൈബ് ചെയ്യാൻ ഓർമ്മിപ്പിക്കുന്ന ഔട്ട്രോയും. മൂന്നാം ഭാഗം, ഡിജിറ്റൽ വർക്ക് ബെഞ്ച്. ഇതെല്ലാം കൂടി എവിടെ അസംബിൾ ചെയ്യുമെന്ന് നോക്കാം. ഇവിടെയാണ് ഏറ്റവും രസകരമായ കാര്യം. വലിയ സങ്കീർണമായ സോഫ്റ്റ്വെയറുകളൊന്നുമില്ലെങ്കിലും ക്യാൻവ വീഡിയോ എഡിറ്റർ പോലെയുള്ള പ്ലാറ്റ്ഫോമുകളിലേക്ക് ഇതെല്ലാം നേരിട്ടങ്ങ് പേസ്റ്റ് ചെയ്യുക എന്നതാണ്. സോഴ്സ് നൽകുന്ന വ്യക്തമായ നിർദ്ദേശം അത്രയേ ഉള്ളൂ. നമ്മുടെ സ്ക്രിപ്റ്റും മീഡിയമെല്ലാം വളരെ എളുപ്പത്തിൽ അവിടെ കൊണ്ടുവരാം. ഒരുപാട് സമയം കളയാതെ തന്നെ വളരെ കാര്യക്ഷമമായി ഒരു ഫൈനൽ ഔട്ട്പുട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു കിടിലൻ വഴിയാണില്ല. ഇനി നാലാം ഭാഗം, നിങ്ങളുടെ ഫൈനൽ ഔട്ട്പുട്ട് കസ്റ്റമൈസ് ചെയ്യുക. അവസാന തീരുമാനങ്ങൾ എടുക്കേണ്ട സമയമാണിത്. വർക്കെല്ലാം കഴിഞ്ഞു. അപ്പോൾ ചില സുപ്രധാന തീരുമാനങ്ങൾ നമ്മൾ എടുക്കേണ്ടതുണ്ട്. ഏത് ഭാഷ വേണം? നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസിനു വേണ്ടി മലയാളം മതിയോ, അതോ കൂടുതൽ പേരിലേക്ക് എത്താൻ ഇംഗ്ലീഷ് കൂടി ചെയ്യണോ? അതുപോലെ ഇത് നീളമുള്ള ഒരു പരമ്പരാഗത യൂട്യൂബ് ഫോർമാറ്റാണോ, അതോ പെട്ടെന്ന് ശ്രദ്ധ പിടിച്ചുപറ്റുന്ന ഇൻസ്റ്റഗ്രാം റീലോ ഷോർട്സോ ആണോ? അതനുസരിച്ച് ദൈർഘ്യവും മാറും. 30 സെക്കൻഡ് കൊണ്ട് കാര്യങ്ങൾ പറഞ്ഞു തീർക്കണോ, അതോ വിശദമായി കാണിക്കാൻ അതിൽ കൂടുതൽ സമയം വേണമോ? ഈ തീരുമാനങ്ങളാണ് നിങ്ങളുടെ പ്രോജക്റ്റിന്റെ ഫൈനൽ രൂപം തീരുമാനിക്കുന്നത്. അവസാനിപ്പിക്കുന്നതിന് മുൻപ് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ചോദിച്ചുകൊണ്ട് ഇന്നത്തെ ഈ വിശദീകരണം നമുക്ക് പൂർത്തിയാക്കാം. നിങ്ങൾക്ക് വോയിസ് ഓവർ സ്ക്രിപ്റ്റ് കൂടി വേണമെന്നുണ്ടോ? നമ്മൾ നേരത്തെ പറഞ്ഞ ആ വെൽഡിംഗ് മെഷീന്റെ ടെസ്റ്റിംഗ് സീൻ ഒന്നാലോചിച്ചു നോക്കൂ. ആ ആക്ഷൻ സീനിനൊപ്പം തന്നെ എന്താണ് അവിടെ സംഭവിക്കുന്നതെന്ന് വ്യക്തമാക്കുന്ന ഒരു പവർഫുൾ വോയിസ് ഓവർ കൂടിയുണ്ടെങ്കിലോ ആ ഒരു അനുഭവം വേറെ തന്നെയായിരിക്കുമല്ലേ? നിങ്ങളുടെ ആശയങ്ങളെ അതെത്ര സങ്കീർണമാണെങ്കിലും മറ്റുള്ളവർക്ക് എളുപ്പത്തിൽ മനസ്സിലാകുന്ന രീതിയിൽ അവതരിപ്പിക്കാൻ ഇതൊരു വലിയ ഘടകമാണ്. നിങ്ങളുടെ സ്വന്തം ക്രിയേറ്റീവ് പ്രോസസ്സിലെ അടുത്ത ചുവടുവെപ്പ് എന്തായിരിക്കും എന്ന് ചിന്തിക്കാൻ ഈ ചോദ്യം നിങ്ങളെ സഹായിക്കട്ടെ. പുതിയ അറിവുകളുമായി നമുക്ക് വീണ്ടും കാണാം.